പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, പ്രിയ മാതാപിതാക്കന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം സങ്കീർത്തനം 18:2 രാജാവായ ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നൊരു ഭാഗമാണ്. ദൈവം ദാവീദിനെ രക്ഷിച്ചപ്പോൾ ദാവീദിൻ്റെ മനസ്സ് തുറന്ന് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും ദൈവത്തിൻ്റെ വലിയ കരുതൽ എല്ലാ അപകടത്തിൽ നിന്നും തന്നെ രക്ഷിച്ചുവെന്നും ദാവീദ് രാജാവ് പറയുക. അതിലപ്പുറമായിട്ടും ഈ ദാവീദ് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ ദൈവത്തിൻ്റെ ആ സംരക്ഷണം വെളിപ്പെടുത്തുവാൻ വേണ്ടി പറയുന്ന ചില ഹൃദയത്ത് വന്ന ചില വാക്കുകളാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന വലിയ സംരക്ഷണം, അനുഗ്രഹവും അതെല്ലാം ഓർക്കുമ്പോൾ ദാവീദ് രാജാവിനെ പോലെ നമുക്കിതുപോലെ പറയാൻ സാധിക്കും. വചനപ്രകാരമാണ് സങ്കീർത്തനം 18:2. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാസങ്കേതവും അഭയകേന്ദ്രം ആണെന്ന്. അതായത് എല്ലാ തരത്തിലും ദാവീദിനെ രക്ഷിക്കുക. മരണത്തിൽ നിന്ന് പോലും ശൗൽ രാജാവ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പല സന്ദർഭങ്ങളും ദൈവം ദാവീദിനെ രക്ഷിച്ചു. ആ ഒരു അവസ്ഥയിൽ ദാവീദ് രാജാവ് തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമേറിയ പ്രഖ്യാപനമാണ്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഹൃദയം തുറന്ന് ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അതിനുവേണ്ടി ദാവീദ് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് പാറ, കോട്ട, വിമോചകൻ, പരിച, രക്ഷയുടെ കൊമ്പ്, ശക്തികേന്ദ്രം എന്ന് 6 ഉജ്ജ്വലമായ രൂപകങ്ങൾ ദാവീദ് രാജാവിടെ ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവർ, ദാവീദ് രാജാവിനെ ഈ തരത്തിൽ അനുഗ്രഹിച്ചപ്പോൾ, എല്ലാ തരത്തിലും ദാവീദ് രാജാവിനെ സംരക്ഷണം കൊടുത്തപ്പോൾ ദാവീദ് ഉപയോഗിക്കുന്ന 6 വാക്കുകളാണ്. പാറയാണ്, ഒരിക്കലും കുലുങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ 6 വാക്കുകൾ. എങ്കിൽ പ്രിയമുള്ളവർ, നമ്മളൊക്കെ എന്തോരം ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചു വരാം. നമ്മളിന്ന് എന്തോ ആണോ, ദൈവത്തിന് വലിയ കാരുണ്യമാണ്. ഫലാപേർത്തും കർത്താവ് നമ്മളെ കാത്തു രക്ഷിച്ചില്ലേ, സംരക്ഷണം തന്നില്ലേ. അപ്പോൾ ദാവീദ് രാജാവിനെ പോലെ ദാവീദ് ഈ 6 വാക്കുകൾ, രൂപകങ്ങൾ ഉപയോഗിച്ച പോലെ നമ്മൾ അതിനേക്കാൾ അപ്പുറമായിട്ട് ഉപയോഗിക്കണം. അത്രമാത്രം കർത്താവ് നമ്മെ പരിപാലിച്ചു, അനുഗ്രഹിച്ചു, സംരക്ഷണം നൽകി നമ്മെ ഇന്ന് ഇങ്ങനെയാക്കി. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട്, എല്ലാ കൃപകളെ ഓർത്തുകൊണ്ട് നന്ദി പറയാം. ദാവീദിനെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി ഈ ദിവസം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാല കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മറക്കരുത് പ്രിയമുള്ളവരെ, ദാവീദ് രാജാവിനെ പോലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒപ്പം ഈ വചനഭാഗം നിങ്ങൾ മറ്റു മക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ അവരും ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്.